സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. സ്വന്തം ദുഃഖം മറ്റൊരു വ്യക്തിയെ കാണിക്കാത്തപ്പോൾ എസ്പെഷ്യലി മക്കളുടെ അടുത്ത് ഒരു ദുഃഖവും മക്കൾക്കൊരു ദുഃഖവും ഉണ്ടാകരുതെന്ന് ഭയങ്കരമായി ആഗ്രഹിച്ചിരുന്നു. ആ അപ്പ അത് ഞങ്ങളെ കാണിക്കണമെങ്കിൽ അപ്പ ഒരിക്കലും ചാണ്ടിയെ പ്രൊമോട്ട് ചെയ്യുകയോ മക്കളെ ആരെങ്കിലും രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ ഒരു പ്രൊമോഷൻ നടത്തിയതായിട്ട് നിങ്ങൾ ഉൾപ്പെടെ ആരും പറയത്തില്ല. സ്ഥാനാർത്ഥിയായി മത്സരിക്കാവുന്ന എല്ലാ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് മറിയ ഉമ്മൻ. അത് ഞാൻ രാജേഷ് പറയുമ്പോൾ വളരെ അംഗീകാരമായി കാണുന്നു. അപ്പയുടെ മരണത്തിൽ ഞങ്ങൾ ആ ബസ്സിൽ പോയി. ആ ബസ്സിൽ പോയവർക്കുണ്ടായ ഒരു അനുഭവം, അതൊരു അനുഭവമാണ്. ആ 13 ദിവസവും ജനങ്ങളിൽ നിന്ന് ഊർജം എങ്ങനെ അപ്പ വലിച്ചെടുത്തു എന്നുള്ളത് ശരിക്കും അനുഭവിക്കാൻ സാധിച്ചു. ഒരാൾ എടുത്തു പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറ് പാവാടയും ബ്ലൗസും ഇട്ട് നിൽക്കുന്ന പോലുണ്ട്, സൽവാർ ഇട്ട് നിൽക്കുന്ന പോലെ CD അന്വേഷിച്ച് പോകുന്ന. പക്ഷേ അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അപ്പയുടെ മനസ്സിൽ എന്താ വല്ലതും ഫ്രെയിംഡായിട്ട് ട്രീറ്റ്മെൻ്റ് ആണോ സോളാർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ട്രീറ്റ്മെൻ്റ് ആണെന്നേ പറയത്തുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സജീവ പ്രചരണത്തിലേർപ്പെട്ട സാമൂഹിക പ്രവർത്തകയും കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ സമുന്നത നേതാവുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകളുമായ ഡോക്ടർ മറിയ ഉമ്മനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീമതി മറിയ ഉമ്മൻ. നമസ്കാരം. ഇപ്പോൾ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മറിയ സ്ഥാനാർത്ഥിയായേക്കുമെന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നടന്നില്ല? എതിർപ്പ് വീട്ടിൽ നിന്നായിരുന്നോ പാർട്ടിയിൽ നിന്നായിരുന്നോ? സ്ഥാനാർത്ഥിയാകുമെന്ന് ഞാനൊരിക്കലും പറഞ്ഞിരുന്നില്ലല്ലോ. അതങ്ങനത്തെ ഒരുപാട് വാർത്തകൾ ചാനലുകളിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. പല സ്ഥലത്തും ഞാൻ അല്ലാതെ ഈ സോഷ്യൽ വർക്കിന് ഞാൻ പോകുമ്പോൾ ഒരുപാട് ആളുകൾ മത്സരിക്കണമെന്ന് പറഞ്ഞിരുന്നു, ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. പക്ഷേ കോൺഗ്രസ്സിന് എപ്പോഴും പാർട്ടിയുടേതായ നയമുണ്ട്. അവർ നമ്മുടെ 140 നിയോജക മണ്ഡലത്തിലും ഏറ്റവും സമുന്നതരായ 140 കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് പാർട്ടി എന്ത് തീരുമാനിക്കുന്നോ അതനുസരിച്ചാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം എപ്പോഴും പോകുന്നത്. അപ്പം പാർട്ടി 140 കാൻഡിഡേറ്റ്സിനെ തീരുമാനിച്ചു, അവരുടെ പ്രവർത്തനങ്ങൾക്ക് പോയി എന്നാണ് ഉള്ളത്. അല്ലാതെ അതിൽ വേറെ പ്രത്യേകതരമായ എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥി ആയേക്കുമെന്ന് കേട്ടിരുന്നു. ശരിക്കും സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്നോ അതോ വേണ്ടെന്ന് സ്വയം തീരുമാനിച്ചിരുന്നു? ചെങ്ങന്നൂർ മാത്രമല്ല, ചെങ്ങന്നൂരും കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെ 6-7 മണ്ഡലങ്ങളിൽ പല പല വാർത്തകൾ കേട്ടിരുന്നു, പല കാര്യങ്ങൾ വന്നിരുന്നു. ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്നൊരു കാര്യമല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അതിനപ്പുറമായിട്ട് ഒരു ഒഫീഷ്യലായിട്ട് നമ്മുടെ അടുത്ത് ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ അത് പറയുകയോ ഒന്നും ചെയ്തില്ല. അതേസമയം തന്നെ ഞാൻ പറയുകയാണ്, കോന്നി നിയോജക മണ്ഡലം കൺവെൻഷനിൽ ഞാൻ ആ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ചെന്നപ്പോഴാണ് ഞാൻ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് ഇങ്ങനെ പാർട്ടി ഇങ്ങനെ മറിയയുടെ പേര് പലതും പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല എന്നുള്ള മട്ടിൽ പറഞ്ഞു. അന്നാണ് ഞാനും അത് ആദ്യമായി കേൾക്കുന്നത്. അതുവരെ എനിക്കൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്പോൾ എന്തോ അത് കൺസിഡർ ചെയ്തിരുന്നു എന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. അതിനെ ഞാൻ വലിയൊരു അംഗീകാരമായി കാണുന്നു എന്നല്ലാതെ ഒരിക്കലും ആരും നമ്മളോടൊന്നും അതിനെപ്പറ്റി പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല. അല്ല, പാർട്ടി ഒരുപക്ഷെ സീറ്റ് തന്നിരുന്നെങ്കിൽ മത്സരിക്കുന്നതിന് മടിയില്ലായിരുന്നു. അന്നും ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പേര് ഈ മത്സരം സ്ഥാനാർത്ഥികൾ വരുന്നതിന് മുമ്പ് ചോദിച്ചു. അന്നും ഞാൻ പറഞ്ഞു ഇതൊരു ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നെന്ന് അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. ആരും നമ്മുടെ അടുത്ത് വന്നില്ലല്ലോ. പിന്നെ ശ്രീ അടൂർ പ്രകാശ് പറയുമ്പോഴാണ് നമ്മളത് അറിയുന്നത് തന്നെ, അല്ലാതൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതലൊരു മറുപടി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു വീട്ടിൽ നിന്ന് 2 പേർ വേണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണോ? ആ ചോദിക്കുമ്പോൾ ഒരു കാര്യം കൂടെ വിസ്മരിക്കാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയും വയനാട് MPയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഒരു വീട്ടിൽ നിന്നാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഒരു വീട്ടിൽ നിന്ന് 2 പേര് മത്സരിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി അഭിപ്രായമില്ല. പക്ഷേ അത് കാരണമാണ് സീറ്റ് നിഷേധിച്ചെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പാർട്ടിയുടെ തീരുമാനമാണെല്ലാം. പാർട്ടി ഒഫീഷ്യലായിട്ട് നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇലക്ഷന് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ്, കാൻഡിഡേറ്റ്സ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളാരും അറിഞ്ഞിട്ടില്ല. പിന്നെ ചാണ്ടി പറഞ്ഞതിനെ പറ്റിയാണെങ്കിൽ അത് അപ്പയുടെ ആഗ്രഹം, അപ്പ അങ്ങനെ ആയിരുന്നു
അപ്പയുടെ ആഗ്രഹം അതായിരുന്നു. അപ്പ എങ്ങനെയായിരുന്നു, അപ്പയുടെ അഭിപ്രായം അതായിരുന്നു. അപ്പയുടെ അഭിപ്രായം, അപ്പയുടെ ജീവിതകാലത്ത് അപ്പ അതാണ് പ്രാക്ടീസ് ചെയ്തതും. അപ്പ ഒരിക്കലും ചാണ്ടിയെ പ്രൊമോട്ട് ചെയ്യോ ആരെങ്കിലും മക്കളെ ആരെങ്കിലും രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ ഒരു പ്രൊമോഷൻ നടത്തിയതായിട്ട് നിങ്ങൾ ഉൾപ്പെടെ ആരും പറയത്തില്ല. അതായിരുന്നു അപ്പയുടെ അഭിപ്രായം, അതാണ് ചാണ്ടി പറഞ്ഞത്. പക്ഷേ അതിനപ്പുറമായി നമുക്കൊരു ചിന്തിക്കേണ്ടതായ ഒരു അവസരം വേണമെങ്കിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടൊരു ടോക്ക് നമ്മുടെ അടുത്ത് ആരുടെങ്കിലും അടുത്ത് പറഞ്ഞാൽ മാത്രമേ നമുക്കതൊരു വീട്ടിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് വരേണ്ട കാര്യമുള്ളൂ. പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടായില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായി നമ്മൾ വീട്ടിലും എടുത്തിട്ടില്ല. പക്ഷേ ഈ കോന്നിയിൽ വെച്ച് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഒരു അന്തരീക്ഷത്തിൽ വന്ന പല കാര്യങ്ങളിൽ വീട്ടിൽ നിന്നും വലിയ എതിർപ്പായിരുന്നെന്നാണല്ലോ. അതിൽ വല്ല അടിസ്ഥാനമുണ്ടോ? അല്ല, അതിലൊരു അടിസ്ഥാനമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞത് തന്നെ എനിക്ക് പറയാനായിട്ടുള്ളൂ. നമുക്കൊരു അപ്പയുടെ അഭിപ്രായം ചാണ്ടി പറഞ്ഞിരുന്നു, അത് സത്യമാണ്. ചാണ്ടി ഉമ്മൻ പറഞ്ഞത് വീട്ടിൽ നിന്ന് ഒരാൾ മത്സരിച്ചാൽ മതി എന്നുള്ളതാണ്. അത് അപ്പയുടെ അത് ചാണ്ടിയും പറഞ്ഞത്. ചാണ്ടി പിന്നെയും പറഞ്ഞിരുന്നു, രണ്ടാമതൊരു വ്യക്തിയെ പാർട്ടി കാൻഡിഡേറ്റ് ആകാൻ വിളിക്കുകയാണെങ്കിൽ, അത് കൊടുക്കുകയാണെങ്കിൽ അത് ഉമ്മൻചാണ്ടിക്കുള്ള അംഗീകാരമാണെന്നും കൂടെ ചാണ്ടി അതിന് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനൊരു ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് നമുക്ക് വന്നിരുന്നില്ല. പക്ഷെ ഇങ്ങനൊരു കാര്യം ചിന്തിച്ചു എന്ന് അവിടെ വെച്ച് കോന്നിയിൽ വെച്ച് മനസ്സിലാക്കി. ശ്രീ ഉമ്മൻചാണ്ടി സാർ ഉള്ള കാലത്ത് മറിയ അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇതുപോലെ സജീവമായിട്ടില്ലായിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിക്കുമായിരുന്നു എന്നാണ് കരുതുന്നത്. നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ. പക്ഷേ പറഞ്ഞില്ല, അപ്പോൾ ഒരിക്കലും അപ്പയുടെ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളുമൊക്കെ നമുക്ക് എല്ലാത്തിനും പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. നമുക്ക് ഏത് ഫീൽഡ് വേണം, ഏത് ജോലി വേണം, അതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ പൊതുവേ എല്ലാവരെയും അങ്ങനെ, നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ആണ്, എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിന് വിടുന്നതാണ്. അപ്പം ഞാൻ പഠിച്ചു, കോർപ്പറേറ്റിൽ കയറി, എഞ്ചിനീയറായി കോർപ്പറേറ്റിൽ കയറി. അച്ചുവിൻ്റേതായ പഠിച്ചു. അത് കഴിഞ്ഞ് അച്ചു ദുബായിലേക്ക് പോയി, അവൾ ജോലി ചെയ്തു, പിന്നെ ദുബായിൽ പോയി. ചാണ്ടി പഠിച്ചു. അത് ചാണ്ടി സെലക്ട് ചെയ്തത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അവൻ ചെറുപ്പം തൊട്ട് KC തൊട്ട്, അച്ചുവും കോളേജിൽ വെച്ച് കുറേ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനൊന്നും അപ്പം എതിർത്തിട്ടുമില്ല, സപ്പോർട്ട് ചെയ്തിട്ടുമില്ല. സജീവമായ രാഷ്ട്രീയത്തിൽ വരുമെന്ന് ഒരുപാട് പേർ അത് കഴിഞ്ഞു. പക്ഷേ അവൾ പിന്നെ അങ്ങ് ദുബായിലേക്ക് പോയി. ചാണ്ടി അടഞ്ഞോ അച്ചു? അതോ ഇനി വേണമെങ്കിൽ അച്ചുവിനായിരിക്കും കൂടുതൽ പറയാൻ കൃത്യമായിട്ട് വ്യക്തി. പക്ഷേ അവൾ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് തൽക്കാലം എല്ലാവരോടും വരുന്നില്ല, ദുബായിൽ നിന്ന് വരാൻ, അവർ ദുബായിൽ സെറ്റിൽഡ് ആയതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ തൽക്കാലം വരുന്നില്ല എന്നുള്ളതാണ് അച്ചു പറഞ്ഞിരിക്കുന്നത്. ബാക്കി കൂടുതൽ അച്ചു തന്നെ വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. ചാണ്ടി പറഞ്ഞു വന്നത്, ചാണ്ടി അവിടെ പഠിച്ചു, KSU യൂത്ത് കോൺഗ്രസ്സിലെല്ലാം വന്നു. പക്ഷേ ചാണ്ടിയെയും ഒരിക്കലും അപ്പ സപ്പോർട്ട് ചെയ്തതായിട്ട് കൊണ്ടുവന്നു എന്ന് ഒരാളും പറയുമെന്ന് തോന്നില്ല. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ ജോലി ചെയ്യുന്നു. അങ്ങനൊരു സാഹചര്യത്തിൽ അപ്പ നമ്മളെ ആരെയും ആ സ്വാതന്ത്ര്യം തന്നെങ്കിലും അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, പക്ഷേ അതിൽ എൻ്റെ ഒരു സപ്പോർട്ട്, അമിതമായ സപ്പോർട്ട് ഒന്നിനും പ്രതീക്ഷിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ പോകാം എന്നുള്ളതായിരുന്നു വരുന്നത്. ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താധാര തന്നെ പിന്തുടരുന്ന ഒരു കാഴ്ചപ്പാടാണോ മറിയയ്ക്ക്? ഇത് ഞാൻ പറഞ്ഞല്ലോ, അപ്പയുടെ അഭിപ്രായം നമ്മൾ അതുപോലെ ചെയ്തു. പക്ഷെ വേറൊരു കാര്യത്തിലേക്ക് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രം നമ്മളത് വീട്ടിലെടുക്കേണ്ട കാര്യം. പക്ഷേ മത്സരിക്കാൻ എന്തുകൊണ്ടും യോഗ്യയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാവുന്ന എല്ലാ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് മറിയ ഉമ്മൻ. അത് ഞാൻ രാജേഷ് പറയുമ്പോൾ വളരെ അംഗീകാരമായി കാണുന്നു. അതുപോലെ തന്നെ അത് തീരുമാനിക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ ഇത് തീരുമാനിക്കേണ്ടതെല്ലാം കോൺഗ്രസ് പാർട്ടിയാണ്, കോൺഗ്രസ് നേതൃത്വമാണ് ആരെ എവിടെ മത്സരിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്. എന്നെ കൺസിഡർ ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഞാൻ വളരെ ഒരു അംഗീകാരമായി കാണുന്നു. ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നോ KPCC നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു പ്രതികരണമോ അല്ലെ എന്തെങ്കിലും വിളിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പേഴ്സണലി ഒന്നും നമുക്കൊരു നേതൃത്വമായിട്ട് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് വന്നിട്ടില്ല. പക്ഷെ ഇതുണ്ടായിട്ടുണ്ട്. ഈ കോന്നിയിൽ വെച്ചുണ്ടായ സംഭവത്തിലാണ് അങ്ങനെ ഒരു കൺസിഡറേഷൻ ഉണ്ടായതായിട്ട് ഒഫീഷ്യലി അറിയുന്നത്. ചാണ്ടി ഉമ്മൻ്റെ ഒരു സാന്നിധ്യം മറിയയുടെ ചാൻസുകൾ കുറയ്ക്കുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേര് വരുന്നതിൽ അതിലൊരു അപാകത ഉള്ളതായിട്ട് തോന്നുന്നൊരു വ്യക്തിയല്ല ഞാൻ. പിന്നെ അതെല്ലാം തീരുമാനം പാർട്ടിയാണ് എടുക്കേണ്ടത്. പാർട്ടി മെമ്പറാണോ? പാർട്ടി മെമ്പറാണ്. വേറെ പദവികളൊന്നുമില്ല. മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടോ? ഇപ്പം തൽക്കാലം
മുഴുവൻ സമയം രാഷ്ട്രീയത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഞാനൊരു 10-15 വർഷമായിട്ട് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്ക് തന്നെ പേഴ്സണലി 2 സംഘടനയുണ്ട്. ഒന്ന് മന്ന ചാരിറ്റബിൾ ട്രസ്റ്റും ഒന്ന് മെലോഡിയും. മെലോഡി എന്ന് പറയുന്നത് പാട്ടിൻ്റെ ഒരു കൂട്ടായ്മയാണ്, ഒരു സ്നേഹ കൂട്ടായ്മയാണെങ്കിലും അതും ചാരിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. മന്ന പ്യുവർലി ചാരിറ്റി ബേസ്ഡ് 2012 രണ്ടും 2012 ആരംഭിച്ചതാണ്. അപ്പം അതുവഴി മന്ന വഴി ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ അപ്പം മരിക്കുന്നത് വരെ അത് വളരെ ചെറിയ തോതിൽ ആരും അറിയാതെ രഹസ്യമായി ചെയ്തിരുന്നെങ്കിൽ അപ്പയുടെ മരണശേഷം ഒരുപാട് പബ്ലിക് ആവുകയും ഒരുപാട് പബ്ലിക് ഇവൻറ്റ്സ് ചെയ്യാൻ സാധിക്കുകയും അത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു വന്നു. അപ്പം അതാണ് തൽക്കാലം കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു മുഴുവൻ സമയം രാഷ്ട്രീയ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ അപ്പയുടെ മരണശേഷം ചാണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ അതിൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അമ്മയാണ്. അത് അപ്പയുടെ മരണശേഷം ഉണ്ടായതാണ്. മന്ന എന്ന് പറയുന്നത് 2012 ഞാനും അമ്മയും ചേർന്ന് അപ്പയുടെ സമ്മതത്തോടു കൂടി തുടങ്ങിയതാണ്. അപ്പ തന്നെ പല പ്രാവശ്യം മന്നയിൽ നിന്ന് ചെക്ക് എഴുതി വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ സഹായിക്കാനായിട്ട്. അത് അന്ന് തൊട്ട് പ്രവർത്തിച്ചുകൊണ്ട് വരുന്നതാണ്. ശ്രീ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിയായി ജനസമ്പർക്ക പരിപാടിയൊക്കെ വന്നപ്പോഴാണ് അത് പൊതുവേ ആൾക്കാർ കൂടുതൽ മനസ്സിലാക്കിയതെന്നേ ഉള്ളൂ. ആ ഒരു പാരമ്പര്യം അത് എനിക്ക് തോന്നുന്നു മറിയയിലൂടെയാണ് ഇപ്പം വളരെ യാഥാർത്ഥ്യമായിട്ട് എപ്പോൾ നോക്കിയാലും ഇതുപോലുള്ള ഒരു സേവന പ്രവർത്തനമായിട്ട് ഓടി നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അപ്പ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഒരു കാര്യമെന്ന് പറഞ്ഞ മോളെ, മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് എപ്പോഴും പൈസയുടെ ആവശ്യമില്ല. പൈസ ആവശ്യമാണ്, എപ്പോഴും പൈസയുടെ ആവശ്യമില്ല, മനസ്സ് മതി. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ സഹായത്തിന് വന്നാൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്കിന്നും എൻ്റെ മനസ്സിലുണ്ട്. ചെറുപ്പത്തിൽ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതൊക്കെ എന്നെ കൊണ്ടാകാവുന്ന വിധം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമുക്ക് അതങ്ങനെ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. മറ്റു വളരെ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഒന്ന് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നമുക്ക് മനസ്സിന് വളരെ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അതിലേക്ക് പോകാനൊരു മോട്ടിവേഷനും അത് തുടർന്നുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നതും. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു 71 മണ്ഡലങ്ങളിൽ ഏതാണ്ട് 4000-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പല മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? ഭയങ്കര ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. അപ്പയുണ്ടായിരുന്ന കാലത്ത് പുതുപ്പള്ളിയിൽ മാത്രമേ ഞാൻ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പയുടെ മരണശേഷം ഞാൻ പാർലമെൻറ്റ് ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും ചാണ്ടിഡ് ഇലക്ഷനും ഒക്കെ ഫുൾ സ്വിങ്ങിൽ ഇറങ്ങിയത്. പക്ഷേ ഇത്രയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 71 മണ്ഡലമല്ല, സത്യം പറഞ്ഞ 5 മണ്ഡലങ്ങൾ, പത്തനാപുരം ഉൾപ്പെടെ മാവേലിക്കര, കായംകുളം, കയ്പമംഗലം, കൊച്ചി, അങ്ങനെ 5 മണ്ഡലങ്ങളിൽ 2 പ്രാവശ്യം പോയി. എന്ന് വെച്ചാൽ 76 മണ്ഡലം. അവർ രണ്ടാമത് വിളിച്ചപ്പം ഞാൻ റൂട്ട് ഇട്ടാണ് പോകുന്നത്. അങ്ങനെ പോകാൻ സാധിച്ചു. അപ്പം അത്രയും 1625 വീടുകളും കടകളും കയറി, 44 മീറ്റിങ്ങുകൾ, 21 റോഡ് ഷോ, ചെറുതും വലുതുമായ റോഡ് ഷോ. ഇത് എൻ്റെ ലൈഫിൽ തന്നെ ഒരു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പയുടെ മരണത്തിൽ ഞങ്ങൾ ആ ബസ്സിൽ പോയി. ആ ബസ്സിൽ പോയവർക്കുണ്ടായ ഒരു അനുഭവം, അതൊരു അനുഭവമാണ്. അത് ജീവിതത്തിൽ ആ ബസ്സിലിരുന്നവർക്ക് മാത്രം കിട്ടിയൊരു അനുഭവമാണ്. അതിന് രണ്ടാമതൊരിക്കലും ആർക്കും റീപ്രൊഡ്യൂസ് ചെയ്യാനോ കിട്ടാനോ പറ്റുന്നൊരു അനുഭവമല്ല. അതുപോലെ സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്കിത് വലിയൊരു അനുഭവമായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ചെന്നപ്പോൾ അപ്പയെ സ്നേഹിക്കുന്ന, പിന്നെയും സ്നേഹിക്കുന്ന, ഇന്നും 3 വർഷം സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരെ നേരിട്ട് കാണാൻ സാധിച്ചു. അപ്പയുടെ സാറിൻ്റെ സ്വന്തം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്വന്തമായിരുന്നു, എൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് വന്ന ഒരുപാട് വ്യക്തികളെ നേരിട്ട് കാണാൻ സാധിച്ചു. ഒരുപാട് മണ്ഡലങ്ങളിൽ ചെല്ലുമ്പോൾ ആ മണ്ഡലക്കാർ ഞങ്ങൾക്ക് സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ജനങ്ങൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ഒരുപാട് മണ്ഡലക്കാരെ പരിചയപ്പെടാൻ സാധിച്ചു. അത് അപ്പം എന്ത് മാജിക്കാണ്. ഒരുപാട് വ്യക്തികൾക്കും ഒരുപാട് മണ്ഡലത്തിലെ പ്രതിനിധികൾക്കും സാറിന് ഞങ്ങളാണ് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നപ്പ ഉണ്ടാക്കിയ ആ പ്രതീതി, അതിൻ്റെ മാജിക് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നാൽ അപ്പ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഊർജം വലിച്ചെടുക്കുന്നു എന്ന്. ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അത് ലിറ്ററലി ഞാൻ ഫുൾ ടൈം വർക്കിന് പോയത് 13 ദിവസമാണ്. ആ 13 ദിവസവും
ജനങ്ങളിൽ നിന്ന് ഊർജം എങ്ങനെ അപ്പ വലിച്ചെടുത്തു എന്നുള്ളത് ശരിക്കും അനുഭവിക്കാൻ സാധിച്ചു. മറ്റൊന്നുമല്ല, നമുക്ക് ക്ഷീണം തോന്നത്തില്ല, വിശപ്പില്ല. കൂടെ നിന്നവരും അതോടൊപ്പം തന്നെ നിന്നു. ആളുകളുടെ ആ ഒരു സ്നേഹത്തിൽ, ഈ ചെറിയ സ്ഥലങ്ങളായിക്കോട്ടെ, ചെറിയ ഒരു കോർണർ മീറ്റിംഗ് ആയിരിക്കും, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഉമ്മൻചാണ്ടി എന്നുള്ള ഫീലിംഗ് വന്ന് അവരുടെ ആ സ്നേഹത്തിൽ നമ്മൾ കംപ്ലീറ്റ് മറന്നു പോകുന്നൊരു അവസ്ഥ. അതുകൊണ്ടൊരു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു യാത്ര. ജനങ്ങൾക്ക് മുന്നിൽ നേരത്തെ പണ്ട് പഠിക്കുന്ന കാലത്തെ പോലെ പാവാടയും ബ്ലൗസും ഇട്ട് ഉമ്മൻചാണ്ടി വന്ന് നിൽക്കുന്ന പോലെ അതേ രീതിയിലാണല്ലോ ഇപ്പോഴും നിൽക്കുമ്പോൾ തോന്നുന്നത്. അത് ഒരുപാട്, അതും എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിട്ടിറങ്ങുമ്പം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നവർ, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുക, സാറ് വന്ന പോലുണ്ട്, സാറിൻ്റെ മാനറിസംസ്. ഒരാൾ എടുത്തു പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറ് പാവാടയും ബ്ലൗസും ഇട്ട് നിൽക്കുന്ന പോലുണ്ട്, സൽവാർ ഇട്ട് നിൽക്കുന്ന പോലെ. വേറൊരു വ്യക്തി, എനിക്ക് തോന്നുന്നു ചടയമംഗലത്താന്ന് തോന്നുന്നു, ഞാൻ രാത്രി 2 hours ലേറ്റായിട്ടാണ് അവിടെ കുടുംബയോഗമാണ്, കുടുംബസംഘമാണ്. 2 hours ലേറ്റായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. എനിക്കിപ്പോഴും ആ സെൻറ്റൻസ് ഓർമ്മയുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പം അദ്ദേഹം അനൗൺസ് ചെയ്യാണ്, ഇതാ ഉമ്മൻചാണ്ടി സാറ് വരുന്നത് പോലെ ആ നടത്തം, ആ ആടിയുള്ള നടത്തവുമായിട്ട് ഒരു വ്യക്തി വരുന്നുണ്ട് നമ്മളെ കാണാൻ. അതെന്നൊക്കെ പറയുമ്പം എനിക്ക് ഭയങ്കര ഒരു മനസ്സിന്, അപ്പയുടെ മരണത്തോട് ഞാൻ ഇപ്പോഴും അതിനോട് അഡ്ജസ്റ്റഡ് ആയിട്ടില്ല. ഇങ്ങനെ അതൊക്കെ മനസ്സിന് ഭയങ്കര ഒരു ഫീലിംഗ്, ഒരു ആശ്വാസം തരുന്നൊരു. ഈ പരിപാടികളൊക്കെ സ്ഥാനാർത്ഥികൾ ക്ഷണിച്ചിട്ടുള്ളതാണോ, പാർട്ടി നിശ്ചയിച്ചായിരുന്നു? പാർട്ടി എന്നെ ഒഫീഷ്യലി ആയിട്ടൊന്നും വിളിച്ചു. പക്ഷേ ഇപ്പോൾ കുറച്ച് പേരൊക്കെ വിളിച്ച് ഇന്ന സ്ഥലത്ത് പോകണമെന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്ഥലങ്ങൾ അല്ലാതെ ഒഫീഷ്യലി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ബിക്കോസ് അവിടെ ചെല്ലുമ്പം അപ്പയുടെ ഇമ്പാക്റ്റ് ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണുമല്ലോ. പിന്നെ കാൻഡിഡേറ്റ്സ് അവർ വിളിച്ചതനുസരിച്ചാണ്. ഇന്നും എനിക്ക് ഈ പറഞ്ഞ പോലെ 71 മണ്ഡലങ്ങളെ ഇൻഡിവിജ്വൽ നോക്കി 71 പോകാൻ പറ്റുള്ളൂ. ഇനിയും പോകാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ പല സ്ഥലത്തും ഞാനിപ്പോൾ നോർത്തിലോട്ടൊക്കെ പോയപ്പം, നോർത്തിലിപ്പം പല സ്ഥലത്തും വലുതാണ്, കുറച്ച് സമയമല്ലേ കിട്ടിയുള്ളൂ. അപ്പം ഒരു 3-4 മണ്ഡലമൊക്കെ കയറി തിരിച്ച് ആ ജില്ലയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും അറിഞ്ഞിട്ട് മറ്റുള്ളവർ പിന്നെയും വിളിക്കുന്നത്. അപ്പോൾ അതിലോട്ട് തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രസംഗിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ അനുകരിക്കാറുണ്ടോ? അങ്ങനെ എനിക്കതറിയത്തില്ല. അനുകരിക്കുന്ന എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി സ്വീകരിക്കാറുണ്ട്. അല്ല, അങ്ങനെ ഒരു ശൈലി അങ്ങനെ ആരും ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, സാറിനെ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഞാനായിട്ട് അനുകരിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ചെറുപ്പത്തിലെ എല്ലാവരും പറയും അപ്പയെ പോലെ ഇരിക്കുന്നു, കാണാനുണ്ട് എന്നിരിക്കുന്നു. പക്ഷേ ഇന്നത് ഭയങ്കര എനിക്കൊരു ആശ്വാസം. അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഒരു അനുകരണം ചെയ്യുന്നില്ല. ഇപ്പോൾ പാർട്ടി ഔദ്യോഗികമായിട്ട് അയച്ചില്ലെങ്കിലും ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഒരു താരപ്രചാരകയായിരുന്നു മറിയാവും. അതെനിക്ക് തോന്നുന്നു അപ്പയുടെ ഒരു പ്രസൻസ്, അപ്പയില്ലാത്ത ആദ്യത്തെ നിയമസഭാ ഇലക്ഷനാണ്. അപ്പ ഈ 140 മണ്ഡലങ്ങളിലും എല്ലായിടത്തും ഓടിയെത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം ആ ഒരു അഭാവം നമുക്കൊരിക്കലും കവറപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും ഒന്നാവട്ടെ, ചാണ്ടിയും കാൻഡിഡേറ്റ് ആയിട്ട് പോലും ചാണ്ടിയും ഒരുപാട് മണ്ഡലങ്ങളിൽ ക്ഷണിച്ചനുസരിച്ച് പോയി. അവൻ ഒരുപാട് നോർത്തിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കുടുംബം എന്ന രീതിയിൽ UDF കാൻഡിഡേറ്റ്സിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ പോയി എന്നേ ഉള്ളൂ. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഒരുപാട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, വിളിച്ചവർക്ക് വേണ്ടി പോകാൻ പറ്റിയിട്ടില്ല. അത് സമയക്കുറവ് കൊണ്ടാണ്. ചാണ്ടി ഉമ്മൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും പങ്കെടുത്തില്ലേ? ചാണ്ടിയുടെയിലും എൻ്റെ ബേസ് പുതുപ്പള്ളി തന്നെയായിരുന്നു. അവിടുന്ന് തന്നെയായിരുന്നു എല്ലായിടത്തും പോയി വന്നുകൊണ്ടിരുന്ന, എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്നത്. അവിടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. ഇത്രയും മണ്ഡലങ്ങളിൽ പോയപ്പോഴുള്ള ഒരു കണക്കുകൂട്ടൽ എന്താണ്? ആര് ജയിക്കും? ഉറപ്പായിട്ടും UDF അധികാരത്തിൽ വരും. May 4 ഇനിയിപ്പോൾ അധികം ദിവസമില്ലല്ലോ, കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. പക്ഷേ ഉറപ്പായിട്ടും May 4 നമ്മൾ നോക്കുമ്പോൾ UDF അധികാരത്തിൽ നല്ല ക്ലിയർ മെജോറിറ്റിയിൽ നമ്മൾ അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ കൂടുതലും ഞാൻ ജനങ്ങളുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആയിരുന്നു. അവരുടെ ഒരു ഫീലിങ്ങിൽ നിന്നാണ് പറയുന്നത്. ആളുകൾ ഇങ്ങനെ ഒരു 10 വർഷത്തെ ദുർഭരണത്തെ നിർത്തണം, അവർക്ക് ഒരു മാറ്റം വേണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉറപ്പായിട്ടും ഉണ്ടാകും. ഇപ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാകുന്ന രീതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. അത് എത്രമാത്രം അത് ശുഭകരമാണ്? ഇതിപ്പോൾ എന്തായാലും May 4 നമ്മൾ ഉറപ്പായിട്ടും അധികാരത്തിലെഴുതും. അത് കഴിഞ്ഞ് കോൺഗ്രസ്സിനൊരു പ്രത്യേക
പ്രത്യേക കോൺഗ്രസിൻ്റെ രീതി എന്ന് പറയുന്ന ഒരിക്കലും മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് വരുന്നൊരു രീതിയില്ല. അത് കഴിയുമ്പം കോൺഗ്രസിൻ്റെ നേതൃത്വം ലീഡർഷിപ്പ് അതിന് ഉത്തമമായ തീരുമാനമെടുക്കും. എന്തായാലും UDF-ൽ നിന്നാണ് മുഖ്യമന്ത്രി എന്നുള്ളത് ഉറപ്പാണ്. ഇവർ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് UDF-ൻ്റെ ആളുകളുടെ പേരാണല്ലോ വരുന്നത്. ഒരിക്കലും LDF-ൻ്റെ ആളുകളുടെ ഒരു ചർച്ച അതിലേക്ക് വരുന്നില്ല. LDF-ൻ്റെ കാര്യത്തിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയ മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, പിണറായി വിജയനായിരിക്കും. അല്ല അപ്പം എന്നാലും പക്ഷേ അത് മുമ്പോട്ട് വരുന്നു പോലുമില്ല. UDF-ൻ്റെ സ്ഥാനാർത്ഥികളുടെ പേരാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത്. അപ്പം എന്തായാലും UDF-ൽ നിന്ന് മുഖ്യമന്ത്രി വരുമെന്നുള്ളത് ഉറപ്പാണ്. യാതൊരു വിധമായ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിൻ്റേതായ രീതിയുണ്ട്. UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനൊരു തീരുമാനം ഉണ്ടാകും. യാതൊരു തർക്കമില്ലാതെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിരിക്കും. പുറത്ത് പറയാൻ താല്പര്യമില്ലെങ്കിലും മറിയയ്ക്കും അതിലൊരു ചോയ്സ് ഉണ്ടോ, ആരാവണം മുഖ്യമന്ത്രി എന്നുള്ളത്? അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. എല്ലാവരും വളരെ സമുന്നതരായ നേതാക്കളാണ്. UDF-ൽ എല്ലാവരും നല്ല പ്രമുഖരായ സ്വാധീനമുള്ള നേതാക്കളാണ്. അതിലേറ്റവും ബെസ്റ്റ് ചോയ്സിനെ പാർട്ടി നേതൃത്വം തന്നെ തിരഞ്ഞെടുക്കും. ഇപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്ക് പോയത്. അതിൻ്റെ ആ ഒരു അനുഭവം, അത് വാസ്തവത്തിൽ കേരളത്തിൽ പോലും അങ്ങനൊരു വിലാപയാത്ര ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു കടന്നുപോയത്? ബസ്സിലൂടെ പോകുമ്പോൾ ഈ ആൾക്കാർ ഇങ്ങനെ ഓടി വരുന്നത്, ആ ഒരു അനുഭവം എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അന്ന് അപ്പയുടെ ട്രീറ്റ്മെൻറ്റ് സമയത്താണ് നമ്മൾ ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നത്. അത് ട്രീറ്റ്മെൻറ്റ് സമയത്താണ്. അന്ന് എനിക്കിന്നും ഓർമ്മയുണ്ട്, ഇവിടുത്തെ ഇൻ്റർവ്യൂവിലിരിക്കുമ്പോൾ വളരെ ശുഭപ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. എൻ്റെ മകൻ ടെന്നീസിൻ്റെ ഏതോ ഒരു ടൂർണമെൻ്റൊക്കെ ജയിച്ചിരിക്കുന്ന സമയത്താണ് ഇരിക്കുന്നത്. ഒരിക്കലും മരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെയും ബാക്കി ചുറ്റുമുള്ളവരൊക്കെ അപ്പ വീക്കായി എന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിലും ഒരിക്കലും അപ്പ മരിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ മരിച്ചതൊരു ഷോക്കായിരുന്നു. ഒരു 3-4 മാസത്തേക്ക് ഞാൻ ആ ഷോക്കിൽ നിന്ന് വെളിയിൽ വന്നില്ല. പക്ഷേ ആ ഒരു യാത്ര എന്ന് പറയുന്നത്, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിലെ ആ ഒരു അനുഭവം നമുക്ക് അതിനകത്തിരുന്നവർക്ക് മാത്രമേ കിട്ടിക്കാണത്തുള്ളൂ. ഒരിക്കലും നമുക്കിനി അതുപോലൊരു യാത്രയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് വേറൊരു വ്യക്തിക്ക് അത് കിട്ടുമെന്ന് തോന്നില്ല. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എന്ത് മാജിക്ക് അപ്പ ചെയ്തിട്ടാണ് ഇത്രയേറെ ആളുകൾ, അതൊരിക്കലും പാർട്ടി സംഘടിപ്പിച്ചതോ ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. എനിക്കിന്നും ഓർമ്മയുണ്ട്, ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ ഞാൻ ഇരിക്കുകയാണ്. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ബസ്സിലോട്ട് ഇടിച്ച് കയറുവാണ്. അവർ ഈ സൈഡിൽ നിന്നിട്ട് ഒന്ന് കാണിക്കും. ബസ് ആ ഡ്രൈവർമാരെ ശരിക്കും പറഞ്ഞാൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു അപകടം വരാതെ ബസ്സിൻ്റെ 4 ചുറ്റും ജനങ്ങൾ ഇടിച്ച് നിൽക്കുമോ, നമുക്ക് പോകാൻ പറ്റാത്ത ആ കൊട്ടാരക്കര, അടൂർ, ആ ഭാഗമൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് വെഞ്ഞാറമ്മൂട് വരെ എത്താനായിട്ട് 6-7 മണിക്കൂർ എടുത്തു. വെഞ്ഞാറമ്മൂട് വരെ 7 മണിക്ക് ഇറങ്ങിയിട്ട് 2 മണി 3 മണി കഴിഞ്ഞിട്ടും വെഞ്ഞാറമ്മൂട് പോലും ക്രോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഇടിച്ച് ബസ്സിലോട്ട് കയറി കരയുവാണ്, സാറിനെ ഒന്ന് കാണിക്കൂ, ഇങ്ങനെ പ്ലീസ് പറഞ്ഞാണ്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പം ഞാൻ അന്ന് ചിന്തിച്ചത്, ഞാൻ കരയുന്നുണ്ട്, എൻ്റെ അമ്മയും എൻ്റെ ആങ്ങളെയും എൻ്റെ അനിയത്തിയും ഒക്കെ കരയുന്നുണ്ട്. അല്ലെങ്കിൽ ആ ബസ്സിലുള്ള പലരും അപ്പയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, അവർ കരയുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബസ്സിന് ചുറ്റും നിൽക്കുന്ന, അല്ലെങ്കിൽ രാവും പകലും അതല്ലാതെ ഒരുപാട് പേര്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ പ്രചരണത്തിന് പോയപ്പോഴും പറഞ്ഞു, ഞങ്ങൾ TV ഓഫാക്കിയിട്ടില്ല. ചാനലുകാർ പലരും പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും അതിൽ നിന്ന് മാറ്റാൻ പറ്റിയിട്ടില്ല. അതെന്തായിരുന്നു? അപ്പം എന്ത് ചെയ്തിട്ടാണ്, ഞാൻ കരയുന്നതിനൊരു റീസണുണ്ട്. അപ്പം എന്ത് ചെയ്തിട്ടാണ് യാതൊരു ബന്ധവുമില്ലാത്ത, യാതൊരു രക്തബന്ധമില്ലാത്ത ഈ മനുഷ്യരിൽ എന്ത് ചെയ്തിട്ടാണ് അവരങ്ങനെ കാണുന്നത്? ഞാൻ ഇലക്ഷൻ പ്രചരണത്തിൽ പോയപ്പോൾ ഇപ്പം ഞങ്ങളെ കേൾക്കാൻ ആളില്ല, ഞങ്ങൾക്ക് ഓടി വരാൻ ആളില്ല. അപ്പം അത് വലിയൊരു ഗുണമാണ്. അത് ഞാൻ അപ്പയിൽ നിന്ന് പഠിച്ചതാണ്. ഈ അപ്പയുടെ മരണശേഷം ഞങ്ങളെ കേൾക്കാൻ ആളില്ല, ഞങ്ങൾക്ക് കേൾക്കാൻ ഒരാൾ മതി. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു ദുഃഖത്തിൽ ആ വ്യക്തിയുടെ നമുക്കൊന്ന് ചെവി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കുമെന്ന് നമ്മൾ പൈസ കൊടുക്കുന്നതിലും വലിയൊരു കാര്യമാണെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. ശരിക്കും ഉമ്മൻചാണ്ടി എന്നുള്ള നേതാവിൻ്റെ വലിപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടി ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞോ? ഈ ഒരു ജനം കാണിച്ച ഒരു സ്നേഹം
അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പോയെന്നുള്ളതായിരുന്നു. ആ രീതിയിലൊരു സ്നേഹ വായ്പോടുകൂടി അവർ ഓടി ഒരു നോക്ക് കാണാൻ വേണ്ടി. അന്നേരം കേരളം പോലും സത്യം പറഞ്ഞാൽ ഇത് അന്തം വിട്ട് നിന്ന ഒരു വിലാപയാത്രയാണ്. ആ പാർട്ടി അദ്ദേഹത്തിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാക്കിയോ? പിന്നെ ഉറപ്പായിട്ടും പാർട്ടി എന്നും അപ്പയോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഒരിക്കലും അപ്പയെ അതേ ബഹുമാനത്തിലാണ് കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ ചികിത്സയുടെ സമയം തൊട്ട് എപ്പോഴും പാർട്ടി നമ്മളെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. ഇപ്പം ഇന്ദിരാ ഗ്യാരൻറ്റിയിൽ ഒരെണ്ണം അപ്പയുടെ പേരിലാണ് ഇൻഷുറൻസ്. പിന്നെ അപ്പയുടെ മരണശേഷവും ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളാകട്ടെ, വീട്ടിലെ കാര്യങ്ങളാകട്ടെ, എല്ലാവരും നമ്മളെ ആ ചേർത്ത് നിർത്തലാണ് എപ്പോഴും ചെയ്തിട്ടുള്ളത്. എപ്പോഴും ആ പാർട്ടി അവഗണിച്ചു എന്നുള്ളൊരു ചിന്തയില്ല, ഒരിക്കലുമില്ല. നമ്മളെപ്പോഴും പക്ഷേ ഉമ്മൻചാണ്ടി ഒരുപാട് വേട്ടയാടപ്പെട്ടു കേരളത്തിൽ. അത് രാഷ്ട്രീയപരമായിട്ടല്ലേ? അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയുകയും ഡിബേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയപരമായ വേട്ടയാടലുകൾ ഉണ്ട്. അത് ഈ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള എല്ലാവരും പലരും ഫേസ് ചെയ്യുന്നതാണ് രാഷ്ട്രീയപരമായി. അത് ഒരുപാട് അപ്പം ദുഃഖിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വേട്ടയാടലുകളുണ്ട്. 10 വർഷത്തോളം അദ്ദേഹം അനുഭവിച്ച, അല്ലെ അദ്ദേഹത്തിൻ്റെ കുടുംബം താങ്കളടക്കം അനുഭവിച്ച ഒരു വേദന, അത് പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു കേസ് വന്നത് ക്ലീൻ ചിറ്റ് കിട്ടി. പക്ഷേ ആ അദ്ദേഹത്തെ വേട്ടയാടിയപ്പോൾ അനുഭവിച്ച ദുഃഖം പിന്നീട് അത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. അതല്ല, അത് ഇത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പം മരിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പം നിരപരാധിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അപ്പം മരിച്ചത്. അപ്പം നമ്മൾ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ മരിക്കുന്നതിന് 2 മാസം മുമ്പാണ് വാർത്ത വന്നത്. ഇങ്ങനെ ഞങ്ങൾ രാവിലെ പത്രം വായിക്കും. അന്നപ്പോൾ വീക്കാണ്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ലാസ്റ്റ് 3 months സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പത്രം വായിച്ചിട്ട് ഇങ്ങനെ ഞാൻ അവിടെ തന്നപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടി നിരപരാധി എന്നുള്ള ആ വാർത്ത അടിവരയിട്ട് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ കാണിച്ചപ്പം മറ്റൊരു വ്യക്തിയുടെയും സ്വന്തം ദുഃഖം മറ്റൊരു വ്യക്തിയെ കാണിക്കാത്തപ്പോൾ, എസ്പെഷ്യലി മക്കളുടെ അടുത്ത് ഒരു ദുഃഖവും, മക്കൾക്കൊരു ദുഃഖവും ഉണ്ടാകരുതെന്ന് ഭയങ്കരമായി ആഗ്രഹിച്ചിരുന്നു. ആ അപ്പ അത് ഞങ്ങളെ കാണിക്കണമെങ്കിൽ മരിക്കുന്നതിന് 3-4 മാസം മുമ്പ് ഭയങ്കരമായിട്ട് മാനസികമായും വീക്കായി കാണും. മാനസികമായി സ്ട്രോങ് ആണെങ്കിൽ അപ്പോൾ ഒരിക്കലും അത് ചെയ്യത്തില്ല. അത് കാണിക്കണമെങ്കിൽ അപ്പയ്ക്ക് മനസ്സിലുണ്ടായ ആശ്വാസം അത് ഇന്നും നമുക്ക് വലിയൊരു ആശ്വാസമാണ്. മരിക്കുന്നതിന് മുമ്പ് നിരപരാധിയാണ് എന്ന് തിരിഞ്ഞില്ല. പിന്നെ അപ്പം വിശ്വസിച്ചിരുന്നൊരു കാര്യമുണ്ട്. അപ്പം ഏതോ അവിടെ അസംബ്ലിയിൽ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞെന്ന് തോന്നുന്നു, സത്യം എന്നായാലും തെളിഞ്ഞു വരും. അത് തെളിഞ്ഞു വന്നു, മരണത്തിന് മുമ്പ് തന്നെ വന്നു. അപ്പം അത് കണ്ടിട്ടാണ് മരിച്ചത്. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ രാഷ്ട്രീയമായിട്ടാണ് വേട്ടയാടിയതെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ലേ? ഒരു പക വീട്ടുന്ന പോലെ. ഒരു അത് രാഷ്ട്രീയ വേട്ടയാടലുകൾ എപ്പോഴും അങ്ങനെയാണല്ലോ. രാഷ്ട്രീയപരമായ വേട്ടയാടലുകൾ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു പകവീട്ടിലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അതിൽ നമ്മൾ എല്ലാവരും അപ്പയും കുടുംബവും എല്ലാവരും ഭാഗമായി അത് ഇനി പറയുന്നതിൽ അർത്ഥമില്ല. അത് ഡിബേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിരപരാധിയാണെന്ന് തെളിഞ്ഞും കഴിഞ്ഞു. സത്യം മറനീക്കി പുറത്തു വന്നു. അതിൻ്റെ സന്തോഷമുണ്ട്. ഇപ്പോൾ സോളാർ വിഷയത്തിൽ തന്നെ അദ്ദേഹത്തിന് അനുകൂലമല്ലാത്ത രീതിയിൽ നിലപാടെടുത്ത ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ ചില കാര്യങ്ങൾ വലിയ പൊതുസമൂഹത്തിൽ ചർച്ചയായിരുന്നു. അദ്ദേഹത്തോട് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യ ക്ഷമിച്ചോ? ഞാൻ പറയട്ടെ, അമ്മയൊക്കെ കല്ലെറിഞ്ഞവനോടും ക്ഷമിച്ച വ്യക്തിയാണ്. അമ്മ ഭയങ്കര ഭക്തിയായ വളരെ ഇങ്ങനെ ഭക്തിയുടെ മാർഗത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ്. അമ്മയൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ ആ ഒരു രീതിയാണ് നമ്മളെയുമൊക്കെ പഠിഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ രാഷ്ട്രീയപരമായ വേട്ടയാടലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പയ്ക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായി. ഇതിൻ്റെ എല്ലാം ഉത്തരം ഞാൻ ഇലക്ഷന് പോയപ്പോഴും പറഞ്ഞു. ഇതിൻ്റെ എല്ലാ ഉത്തരം ജനങ്ങൾ കുത്തിക്കഴിഞ്ഞു. ഒരാഴ്ചക്കകം നമ്മളതിൻ്റെ റിസൾട്ട് അറിയും. അല്ല, ഈ ഒരു ചോദ്യത്തിന് എന്താ മറുപടി? ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ മറിയുടെയൊക്കെ നിലപാട് അത് തന്നെയാണോ? നമുക്ക് നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊക്കെ നിലപാട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേദനിച്ചിട്ടുണ്ട്. പക്ഷേ അത് വേദനിച്ച് കഴിഞ്ഞു. അത് നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞു. അത് രാഷ്ട്രീയപരമായി ഉണ്ടായ കാര്യമാണ്. ആ രാഷ്ട്രീയപരമായി ഉണ്ടായതിന് രാഷ്ട്രീയപരമായി ജനം മറുപടി നൽകും. ഞാനതിന് പ്രത്യേകിച്ചൊരു പേഴ്സണലി ഒരു ഉത്തരം പറയുന്നില്ല. ആ കാലയളവിൽ ഏറ്റവും വേദന തോന്നിയ സംഭവം എന്തായിരുന്നു അന്ന്? ഏറ്റവും ഈ ഒരു സാറിൻ്റെ പേരിലുള്ള ആക്ഷേപങ്ങൾ വന്നു, പുറമെ ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ പോയിരിക്കുന്നു. പിന്നെ അന്നൊരു വളരെ ക്രൂരമായ വേട്ടയാടലിൻ്റെ കാലമായിരുന്നല്ലോ. അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളാണല്ലോ. ഞാൻ ആദ്യം ഇതൊക്കെ കേൾക്കുമ്പം അപ്പ എന്ന് പറഞ്ഞ വ്യക്തി, ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന വ്യക്തി, ഒരിക്കലും
ഇത് ഇതുപോലെ അങ്ങ് പൊട്ടിപ്പോകും, തുടങ്ങുമ്പോൾ ഇത് ബലൂൺ പോലെ പൊട്ടിപ്പോകും എന്ന് ചിന്തിച്ചതാണ്. പക്ഷേ അതൊരു ഭയങ്കരമായൊരു ബോംബ് പോലെയാണ് വന്നത്. അപ്പ നേരത്തെ പറഞ്ഞല്ലോ, അപ്പ മാനസികമായി വിഷമിച്ചു എന്നറിയാം, പക്ഷെ ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. ഒരിക്കലും ഞങ്ങളുടെ വീട്ടിലൊരു സംസാരം ഉണ്ടായിട്ടില്ല. ഞാൻ അപ്പ മറ്റേ കമ്മീഷൻ്റെ മുമ്പിൽ പോയി 14 മണിക്കൂറോ ഒരുപാട്. അപ്പം അപ്പയെ പോലൊരു വ്യക്തി, അപ്പ വളരെ പാവമായ ഒരു വ്യക്തി, പാവമാണ്. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയായ വ്യക്തി ഇത്രയും മണിക്കൂർ എല്ലാ ചോദ്യങ്ങളും ധൈര്യപൂർവ്വം, പക്ഷെ അപ്പയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു സത്യം എന്നായാലും തെളിഞ്ഞു വരുമെന്നും. അത് പോയി ഇരുന്നു. അത് ഭയങ്കര ഒരു മാനസികമായ ബുദ്ധിമുട്ട് തോന്നി. അതുപോലെ തന്നെ ഒരു CD അന്വേഷിച്ച് പോയത്, അത് ഭയങ്കര മാനസിക ആഘാതമായിരുന്നു. ഒരു മകളെന്ന രീതിയിൽ ഭയങ്കരമായിട്ട് നമ്മുടെ അപ്പനെ പറ്റി നമുക്കിത് 100% ഇല്ല എന്നറിയാം. പക്ഷെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ചാനലുകളിൽ കാണുന്നത് ഇങ്ങനെ വണ്ടികളിങ്ങനെ ക്യാമറ ചാനൽസ് ഇങ്ങനെ കോയമ്പത്തൂരോ അങ്ങോട്ട് CD അന്വേഷിച്ച് പോകുന്ന. പക്ഷേ അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അപ്പയുടെ മനസ്സിൽ എന്താ വല്ലതും ഫ്രെയിംഡായിട്ട് എന്ത് കള്ളത്തരവും ചെയ്ത് പറ്റുമല്ലോ, ഫ്രെയിംഡായിട്ട് വല്ലതും വരുമോ, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും വന്നില്ല. അപ്പം നമുക്ക് ഉണ്ടാകാവുന്ന ഒരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടല്ലോ, അങ്ങനെ 1, 2, 3 അവസരങ്ങളിൽ അത് പിന്നെ ജനറലി ഇതിനെ തന്നെ ഒരിക്കലും ഇത് ജനങ്ങൾ വിശ്വസിക്കത്തില്ല. അവർ ഇത് ബലൂൺ പൊട്ടുന്ന പോലെ ഇത് പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഭയങ്കരമായി ആഞ്ഞടിച്ചു. അത് തന്നെ ഭയങ്കര ഒരു ഷോക്കായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ പിന്നെ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അത് വളരെ ബുദ്ധിമുട്ടേറിയ കാലഘട്ടം തന്നെയായിരുന്നു. പിന്നീട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ടായിരുന്നു. പ്രാർത്ഥനയാണ്, ശരിയായ ചികിത്സ കൊടുക്കുന്നില്ല. ട്രീറ്റ്മെൻ്റ് ആണോ സോളാർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ട്രീറ്റ്മെൻ്റ് ആണെന്നേ പറയത്തുള്ളൂ. കാരണം ഒരു വ്യക്തി നമ്മുടെ ഒരു കുടുംബത്തിലൊരു വ്യക്തി ഏതെങ്കിലും ഒരു അസുഖം വന്ന് വയ്യാത്തൊരു അസുഖമായി കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അത് മാനസികമാകട്ടെ ശാരീരികമാകട്ടെ, നമ്മൾ അത്രയേറെ ഒരു പ്രഷറിലായിരിക്കും നമ്മൾ ആ ഒരു അവസരത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പുറത്തു നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ, നമുക്ക് മാനസികമായി ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം. നമുക്ക് ഇങ്ങനൊരു അസുഖം വരുമ്പം മറ്റേതൊക്കെ നമുക്ക് എന്തിനും ഒരു സൊല്യൂഷൻ. രോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. ഈ പേഷ്യൻ്റ് ജീവിക്കുമോ മരിക്കുമോ, എന്താ സംഭവിക്കുന്നത്, ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ ഇല്ലേ, നമ്മൾ അങ്ങനൊരു മാനസിക അവസ്ഥയിലായിരിക്കാം നമ്മളൊരു രോഗാവസ്ഥയിലുള്ളപ്പോൾ ഉള്ളത്. മറ്റത് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കലായിട്ടൊരു പ്രോബ്ലം ഭയങ്കരമായിട്ട് ആഘാതമേൽക്കുന്നു. പക്ഷേ നമുക്കതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുന്നൊരു സത്യം തെളിഞ്ഞു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ അൺസർട്ടൻ ആണ്. ഈ വ്യക്തി രോഗി ജീവിക്കുമോ മരിക്കുമോ, അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ, എന്താണ് ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഒരുപാട്. ഈ ചില പ്രമുഖ ഡോക്ടർമാർ പോലും പേര് പറയാതെ ഈ പ്രാർത്ഥന അല്ലാതെ ശരിയായി ചികിത്സിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നൊക്കെ കമൻറ്റുകൾ അടിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, ഞാൻ അപ്പയുടെ ലാസ്റ്റ് 1 വർഷം ഫുൾ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പയ്ക്ക് എല്ലാവിധമായ ചികിത്സകളും ഞങ്ങൾക്ക് കുടുംബത്തിൽ ചെയ്യാൻ പറ്റുന്ന പോലെ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 1 വർഷം മുഴുവൻ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. ലാസ്റ്റ് 4-5 മാസം ഞങ്ങൾ ബാംഗ്ലൂർ പോയി നിൽക്കുമ്പം ഞങ്ങൾ 5 പേരാണ് കൂടെ നിൽക്കുന്നത്. ഞാനും അമ്മയും 3 സ്റ്റാഫും അപ്പയെ നോക്കാനായിട്ടുള്ള നേഴ്സ് പിന്നെ ചാണ്ടി ഇടയ്ക്ക് വന്ന് പോകുന്നു, അച്ചു ഇടയ്ക്ക് വന്ന് പോകുന്നു. ഞങ്ങളങ്ങനെ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്നത്, പാർട്ടിയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നും അത് വിശ്വസിക്കുന്നു. ഇന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം അപ്പയുടെ മരണശേഷം വരുന്നുണ്ടെങ്കിൽ ആ അപ്പയെ നന്നായി നോക്കിയത് കൊണ്ട് ഒരു ബ്ലെസ്സിങ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ശരിയായ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നല്ല രീതിയിൽ നൽകിയത്. നമ്മൾ കുടുംബത്തിന് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് നമ്മൾ കുടുംബം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതുപ്പള്ളിയിലെ കല്ലറയിൽ ഇപ്പോഴും ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നില്ലേ, ഈ പ്രാർത്ഥിക്കുകയും അവിടെ വന്ന് പുഷ്പാർച്ചന നടത്തുകയും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് മാജിക്കാണെന്ന് അറിയില്ല. അപ്പം ഇന്നും ഒരുപാട് വ്യക്തികൾ, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഏകാന്തത ഇഷ്ടപ്പെടാത്ത ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ജീവിക്കാൻ ആഗ്രഹിച്ച വ്യക്തി,
അപ്പം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പ എന്ത് ജനങ്ങൾക്ക് കൊടുത്തോ അതിൻ്റെ നന്ദി അവർ തിരിച്ച് ഏത് സമയം പോയിക്കോട്ടെ. നമുക്ക് ഇന്ന് രാജേഷ് അവിടെ നമ്മൾ ചെല്ലുമ്പം കാണുന്ന വ്യക്തികൾ ഇപ്പം അപ്പയുടെ ഓർമ്മ ദിവസം വരുന്നു, അല്ലെങ്കിൽ മരിച്ചതിന് 40 ദിവസം, അല്ലെങ്കിൽ അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം ഇത് ഷോ കാണിക്കാൻ വരുന്നതാ, അല്ലെങ്കിൽ ചാനലുകാരുടെ മുമ്പിൽ വരും. ഇതങ്ങനൊന്നുമല്ല. നമ്മളിപ്പോൾ രാത്രി ചെന്നാലും പകൽ ചെന്നാലും ഇതൊന്നും അറിയാതെ വെളിയിൽ നിന്ന് വരുന്നവരുണ്ട്, ഏതൊക്കെയോ നാട്ടിൽ നിന്ന് വരും, ഒന്നും രണ്ടുമായിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയിരുന്നപ്പോൾ ഒരു പ്രായമായ ഒരു അപ്പച്ചൻ, ആ അപ്പച്ചൻ തന്നെ ഇരിക്കും. അപ്പോൾ എന്നെ കണ്ടപ്പോൾ മോളാന്ന് മനസ്സിലാക്കി ഞങ്ങൾ പുള്ളി എന്തൊക്കെയോ പറഞ്ഞ് കരയുകയാണ്. ഇവരൊക്കെ എന്തിനാണ് വരുന്നത്? അവർക്കെല്ലാം അവരുടെ എന്തോ സ്വന്തം പോലെയാണ് അത് പറയുന്നത്. ഇവരൊന്നും ഒന്നും ആഗ്രഹിച്ച് വരുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഏകാന്തത ഇഷ്ടപ്പെടാത്ത എൻ്റെ അപ്പയെ ആരും ഒറ്റയ്ക്ക് വിടുന്നില്ല. ഇപ്പോൾ ഇതിനിടയിൽ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചോദിച്ചത്, ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചൊന്നും ശരിയായില്ല എന്നുള്ളൊരു കമൻറ്റ് അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ, നമ്മൾ ആ ഒരു കുടുംബത്തിലൊരംഗം ഇങ്ങനെ രോഗിയായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണ്. മാനസികമായും ശാരീരികമായും നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടുന്നു, അത് നമ്മൾ ബുദ്ധിമുട്ടിലാണ്. ആ ഒരു സമയത്ത് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു, അത് സത്യമാണ്. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടായി. അതിനെപ്പറ്റിയാണ് അമ്മ പറഞ്ഞത്. പക്ഷേ നല്ല മുഖ്യമന്ത്രി അടക്കം നല്ല പിന്തുണയല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അപ്പ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നു. അത് പാർട്ടിക്ക് അതീതമായി എല്ലാവരും, നമ്മളെ ഏത് പാർട്ടിക്കാരും എല്ലാ പാർട്ടിക്കാരും വിളിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് നമുക്കൊക്കെ വലിയൊരു സമാധാനം തന്നെയായിരുന്നു. ഇപ്പം ഉമ്മൻചാണ്ടി എന്നുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും ഒരു പകരക്കാരൻ വരില്ലല്ലോ. അപ്പ എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഗോഡ് ഗിഫ്റ്റഡ് പേഴ്സണാണ്. അപ്പയ്ക്ക് കൊടുത്ത അങ്ങനെയൊക്കെ മനസ്സാകുന്നത് തന്നെ ഒരു ദൈവികമായ ഒരു കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനത്തെ ചിന്തയാണ് അപ്പയ്ക്കുണ്ടായിരുന്നത്. അപ്പം അതിനി ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായി മറ്റൊരു ഉമ്മൻചാണ്ടി ഇനി ജനിക്കുമോ, ഇനി ഒരു തലമുറയിൽ ജനിക്കുമോ എന്നറിയില്ല. പക്ഷേ ചാണ്ടിയൊക്കെ കുറേ അപ്പയുടെ രീതിയിൽ ആകാൻ, അപ്പയുടെ രീതിയിലാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ. കുറച്ചുകൂടെ ഒരു ന്യൂജൻ രീതിയാണെങ്കിലും വളരെ ജനകീയനായ രീതിയിലാണ്, അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. മരിയ എന്നാണ് ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരിയായി കാണാൻ കഴിയും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഴുവൻ സമയ രാഷ്ട്രീയക്കാരിയാകുന്നതിനെ പറ്റി ഇപ്പം ചിന്തിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സോഷ്യൽ വർക്കും ആയിട്ട് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അതോടൊപ്പം ഈ അവധി ദിവസങ്ങളിൽ സോഷ്യൽ വർക്കുമായിട്ട് കഴിയാവുന്നത്ര ആളുകളെ സഹായിച്ചു പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു താല്പര്യം. മകൻ്റെ എഫിനോവയുടെ സ്പോർട്സ് ഒക്കെ എന്തായി? ടെന്നീസ് നന്നായിട്ട് പോകുന്നു ദൈവാനുഗ്രഹത്താൽ. അപ്പം 2025 സ്റ്റേറ്റ് ചാമ്പ്യൻ, ജൂനിയർ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരിക്കുകയാണ്. അപ്പം അതിൽ തന്നെ മുമ്പോട്ട് പോകണം. സ്പോർട്സ് തന്നെയാണ് മുമ്പിലുള്ള വഴി. ഇനിയിപ്പം പഠിത്തത്തോടൊപ്പം അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അന്നേരം അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും മറിയയുടെ ഒരു കരിസ്മ പാർട്ടി മനസ്സിലാക്കട്ടെ, സ്ഥാനാർത്ഥിയായി കാണാൻ ഇടവരട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.